ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ യൂട്യൂബ് ചാനലായ ജേണി ടു ദ വേൾഡ് ഓഫ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരളീയരുടെ സദ്യവട്ടങ്ങളിൽ ഒന്നായ, സദ്യവട്ടങ്ങളിൽ മിക്കവരും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എന്താണെന്നല്ലേ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കെ. നിങ്ങൾ ഈ സദ്യവട്ടത്തിൽ എല്ലാ കറികളും ഉണ്ട്, അതിൽ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം? കൊള്ളാം, പായസം അല്ലേ. ഞാൻ കറികളെന്നാണ് പറഞ്ഞത്, പായസം കറിയാണോ? അല്ല. അപ്പൊ കറികളിൽ ഇഷ്ടമുള്ളത് ഏതാണ്? ഒന്ന് രണ്ടായിട്ടം ഉണ്ട് നല്ല ഇഷ്ടമുള്ളത്, പക്ഷെ അതിൽ ഒരെണ്ണം ഉണ്ട്, വേറൊന്നുമല്ല, എരിശ്ശേരി. എരിശ്ശേരി പല പച്ചക്കറി കൊണ്ടും ഉണ്ടാക്കാം. മത്തങ്ങയും പയറും, ചേനയും പരിപ്പും, കായയും പരിപ്പും അല്ലെങ്കിൽ കായയും പയറും, ഇങ്ങനെ പല വിധത്തിലും ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും വൻപയറുമാണ്. മത്തങ്ങ, നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു മത്തങ്ങ അല്ലേ? ഇത് മത്തങ്ങ ബട്ടർ നട്ട് സ്ക്വാഷ്. കണ്ടാൽ തോന്നൂല, കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ച ചിലപ്പോൾ താഴ്ത്തു പോവും. കൈ മുറിക്കാതെ മത്തങ്ങ മാത്രം പോയേ. എന്താ മത്തങ്ങ, ഇപ്പൊ മനസ്സിലായല്ലോ, സമാധാനമായില്ലേ? മത്തങ്ങ തന്നെയാണിത്, കുറച്ച് നീളവും ഇതുകൊണ്ട്, ഇത്രയേ ഉള്ളൂ, മത്തങ്ങ തന്നെ. പിന്നെ ഇതിന്റെ കൂടെ എന്താണ്? വൻപയർ. നിലത്തൊക്കെ പോയി. ഇപ്പൊ മത്തങ്ങയും പയറും കൂടെയുള്ള എരിശ്ശേരി. ഒരു കാര്യം പറയാനുള്ളത്, ഈ പയർ ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് വേവിക്കുന്നത്, അല്ലെങ്കിൽ വേകാൻ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇടുമ്പോൾ തന്നെ നമ്മൾ ശരിക്ക് കഴുകി, വെള്ളം 1-2 പ്രാവശ്യം കഴുകി കളഞ്ഞിട്ട് വേണം കുതിരാനിടാൻ. ഒന്നാമത് ഇതിന്റെ പുറത്ത് അഴുക്കുണ്ടാവും, പൊടി ഉണ്ടാവും, അപ്പൊ അത് കഴുകിക്കളയാം. അപ്പൊ നമ്മൾ കഴുകാതെ കുതിരാനിട്ടാൽ ഈ പൊടിയൊക്കെയാണ് അലത്ത് വെള്ളത്തിൽ ചേർന്ന് അത് തന്നെയാണ് വലിച്ചതിനകത്തോട്ട് എടുക്കുന്നത്. പിന്നെ ഇതിന്റെ സത്ത് കുറച്ച് പുറത്തോട്ട് ഇറങ്ങും, വെള്ളത്തിൽ പോകും, അത് നമ്മൾ അവസാനം എടുത്ത് കളയുകയും ചെയ്യും. ഇത് കഴുകിയിട്ട് കുതിരാനിട്ടാൽ ആ കുതിരാൻ ഇട്ട വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ കുതിരാൻ വച്ചതുണ്ട്, ആ പയർ തന്നെയാണ് ഇത്. അപ്പൊ ഇത് ഇന്നലെ രാത്രിയിൽ കുതിരാനിട്ടതാണ്. കുതിരാനിട്ടില്ലെങ്കിൽ വേകാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുതിരാനുള്ള സമയമില്ലെങ്കിൽ പ്രഷർ കുക്കറിൽ, കേട്ടല്ല, പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കും. പാടില്ല. കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു പാത്രത്തിൽ ഇട്ട് വേവിച്ചെടുക്കാനുള്ളതുള്ളൂ. അപ്പൊ നമുക്ക് ഈ എരിശ്ശേരി, സദ്യവട്ടത്തിലെ മിക്കവരുടെയും ഫേവറേറ്റ് ആയ എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പൊ നമുക്ക് അരപ്പ് ശരിയാക്കാം. അരഞ്ഞിട്ടുണ്ട്. അരപ്പ് നമുക്ക് അധികം വെണ്ണ പോലെ അരയണ്ട, കുറച്ചൊരു തരിപ്പ് അതുപോലെ അരച്ചെടുക്കണം. നമ്മൾ എരിശ്ശേരിക്ക് കടുക് വറുത്തിടുമ്പോൾ, അതായത് കടുക് വറുത്ത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങയും ഇട്ട് മൂപ്പിച്ച് ആണ് എരിശ്ശേരിയിലിട്ട് ഇടുന്നത്. ആ കോമ്പിനേഷൻ, വറുത്തിടുന്ന കോമ്പിനേഷനിലാണ് എരിശ്ശേരിയുടെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് സവോളയാണ്. ശരിക്കും ഫ്ലേവർ വേണമെങ്കിൽ ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത്. ചെറിയ ഉള്ളി കിട്ടിയില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. എന്ത് ഇത്ര കാര്യം, പ്രശ്നമില്ല. ഇത് അരിയാൻ കുറച്ച് എളുപ്പമാണ്, പൊളിക്കാനും എളുപ്പമാണ്. അപ്പോൾ ലേബർ കുറഞ്ഞു കിട്ടും, ടേസ്റ്റ് ഇച്ചിരി കുറഞ്ഞാലും. അധികം കുറയില്ല കേട്ടോ, അതാ മൂപ്പിക്കുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഉള്ളി അരിഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഫുള്ള് വേണ്ട, അതിൻ്റെ പകുതി മതി. ചെറിയൊരു ഉള്ളിയുടെ ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയുടെ പണി നോക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം, കുടലും പണ്ടും കളയണം. ഇത് കുരു കളയാനായിട്ട് മാംസം വേറെ, കുടലും പണ്ടവും വേറെ. ഇതിൻ്റെ തൊലി കളയണം. പണ്ട് മത്തങ്ങയുടെ ഒക്കെ തൊലി കളഞ്ഞുകൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഇങ്ങനെയല്ലേ. ഞാൻ എന്തിനാ അങ്ങോട്ട് മാറ്റിച്ചേ, അതിനുള്ള പ്ലേറ്റ് വെച്ചേ. ഇങ്ങനെ ആയിട്ടാണ് ചിലപ്പോൾ ഇങ്ങനെ കയ്യും ചെത്തിപ്പോവും. അതുകൊണ്ട് ആരോ ഒരാൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടുപിടിച്ചു.
അതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഇതാ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിച്ച ആൾ ജനിച്ചില്ലായിരുന്നെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോഴും പിച്ചാത്തി വെച്ച് പതുക്കെ 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 എൻ്റെ തൊലി കളയണ്ടേ. എന്തായാലും കണ്ടുപിടിച്ച ആൾക്ക് ബിഗ് സല്യൂട്ട്. ആരാന്നറിയില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്തോ, പാവം. പിന്നെ ഒരു കാര്യം കേട്ടോ, തൊലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തൊലി ഇട്ടും നമുക്ക് വേവിക്കാം, എരിശ്ശേരി ഉണ്ടാക്കാം. ഇപ്പോഴാണ് അതിനെപ്പറ്റി ഓർത്തത്, അതിൻ്റെ കളയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന്. ഇപ്പം ഇങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം മത്തങ്ങ എടുക്കുമ്പോൾ തൊലി ഇട്ട് ചെയ്യാം. ഞാൻ ലാസ്റ്റ് കേരളത്തിൽ വന്നപ്പോഴത്തേക്കും ആരുടെയോ വീട്ടിൽ പോയി, അവർ സാമ്പാറിൽ മത്തങ്ങ ഇട്ടിരുന്നു. മത്തങ്ങയിൽ തൊലി ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു ആ തൊലിന്ന് കടിച്ച് തിന്നാനായിട്ട്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചതാണ് തൊലി ഇട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ മറന്നുപോയി, കുഴപ്പമില്ല, ഇനിയും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, അന്നേരം നോക്കാം. അപ്പോൾ നേരത്തെ കാണിച്ചതിലും കുറച്ചും കൂടെ മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എങ്ങനെ മുറിക്കണമെന്ന് നോക്കാം. നല്ലോണം പെട്ടെന്ന് വേകുന്ന മത്തങ്ങയാണെങ്കിൽ കുറച്ച് വലുതായിട്ട് മുറിക്കാം. നമുക്ക് പയറും വേവിക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് വേവിക്കുകയാണെങ്കിൽ വലുതായിട്ട് മുറിക്കണം. എന്നുവെച്ചാൽ പയർ വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഞാൻ പയർ ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോഴാണ് ഞാൻ ഇതിടാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചെറുതായിട്ട് മുറിക്കും. ഇങ്ങനെ എടുത്തിട്ട് ഈ സൈസിൽ മുറിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതുണ്ടല്ലോ വെറുതെ തിന്നാൻ നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്തിട്ടാൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്കിഷ്ടമാണ്. മത്തങ്ങ കേട്ടാ, വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അരിയുന്നത്. അത് ബാക്കിയും കൂടെ അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. എന്നിട്ട് ഇതിനകത്താണ് കുക്ക് ചെയ്യാൻ പോണത്. പക്ഷേ അതിനകത്ത് ഇടുന്നില്ല. ഇപ്പം ഞാൻ എന്താ പറഞ്ഞാൽ, നേരത്തെ പയർ വേവിച്ചിട്ടല്ലേ. അപ്പോൾ നമുക്ക് വൻപയർ കുതിർത്തതാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കണ്ടോ, വെള്ളം കണ്ടോ, അതിൻ്റെ സത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് വേവിച്ച് എടുക്കാം. ഇതിപ്പം വേവിക്കാൻ അറിയാം എല്ലാവർക്കും. ഇതിലേക്ക് ഞാൻ എന്താ ഇടുന്നത്, തേങ്ങ അരച്ചത്, തേങ്ങ അരച്ചത് അവിടെ ഇരിപ്പുണ്ട്. തേങ്ങ അരച്ചതും കൂടെ ഇട്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഞാൻ അത് 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒന്ന് ഇളക്കുക. ഉപ്പ് മറന്നു, ഉപ്പും കൂടി ഇട്ടേക്കാം. ഉപ്പിൻ്റെ പാത്രം ഒളിച്ചിരിക്കുകയായിരുന്നു. 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പയർ വേവിക്കാനുള്ള മിക്സർ. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്ത് കൊണ്ട് വയ്ക്കാം. അടുപ്പത്ത് അത് വേകുന്ന സമയത്ത് ഇത് ബാക്കി അരിയാം. അപ്പോൾ അടുപ്പത്ത് കാണാം. തീ ഓണാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ മത്തങ്ങ അരിയട്ടെ. മത്തങ്ങ ഇടുകയാണ്. ശരിക്ക് വെന്തിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടുമുണ്ട്. അതിനിരുന്ന് കുറച്ചുകൂടെ കട്ടിയാകും. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇനി കടുവറുത്തിടുകയാണ്. വെളിച്ചെണ്ണ തേച്ചിട്ട് കൂട്ടി വയ്ക്കുന്നു. വെളിച്ചെണ്ണ നല്ല വെളുത്തിരിക്കണം. കടുക് മാത്രം വറുക്കാനാണെങ്കിൽ ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ ഉള്ളി വഴറ്റുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും വഴറ്റിയിടുന്നുണ്ട്. അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വേണം. കടുക്, മുളക്, ഉണക്കമുളക് 2. വെളിച്ചെണ്ണ അത്ര ഒഴിക്കാൻ പാടില്ലായിരുന്നു.
ഓ കാല് വീണ്, അത് പൊങ്ങും, അത് പൊങ്ങും. ഓ കാലയിൽ വീണു. തിളച്ച വെളിച്ചെണ്ണ, കറിവേപ്പില, പിന്നെ ഉള്ളി ഏകദേശം ഒരിത്തിരി ഒന്ന് അരിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. ഇതിൽ തേങ്ങ കൂടുതൽ മൂത്ത് പോകും. ഉള്ളി ഒരുമാതിരി ആയി വരുന്നുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് വഴറ്റി. ഞാൻ എല്ലാത്തിലും പറയുന്നത് പോലെ ഫ്രോസൺ കോക്കനട്ട് ആണ്, ബ്രാൻഡ് നെയിം പറയുന്നില്ല. അവർ കാശ് തരികയാണെങ്കിൽ ഞാൻ പറയാം. ഇവിടെ കിട്ടുന്നതിൽ ഞാൻ പല ഫ്രോസൺ കോക്കനട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു ബ്രാൻഡ് എനിക്ക് കുറച്ചൊരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇത് തേങ്ങ ഫ്രോസൺ കാനഡയിലോട്ടൊക്കെ അയക്കുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം ഏതാന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു ടൈപ്പൊക്കെ നടത്താം. അപ്പം അത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും നോക്കൂ, വെളിച്ചെണ്ണയെല്ലാം പോയില്ലേ, കഴിഞ്ഞില്ലേ? അതുകൊണ്ടാണ് അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇത് തീ കുറച്ചിട്ട് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുത്തുക എന്നല്ല കേട്ടോ അർത്ഥം. ശരിക്കും പറയണം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക എന്നും പറയാം അല്ലേ. ഇതിനെ എന്നുവെച്ചാൽ ചുമന്നു വരുമല്ലേ, നമുക്ക് ദേഷ്യം പിടിക്കുമ്പോഴും നമ്മളെ മുഖം അങ്ങോട്ട് ചുമന്നു വരുമല്ലേ. എൻ്റെ മുഖം അങ്ങനെ ചുമന്നു വരൂല, ചുമന്നു വന്നാലും കണ്ടാൽ അറിയൂല, അത്രയ്ക്ക് നിറവാ. അയ്യോ. ഒരു മീഡിയം തീയിലിട്ട് ഇളക്കി ഒരു പരുവത്തിലാക്കണം. കടുക് വറുത്ത് തേങ്ങയും ഉള്ളിയും കൂടെ വഴറ്റി ഇടുന്നതാണ് എരിശ്ശേരിയുടെ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ സാവധാന രീതിയിലാണ് പറയണത്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് നീളം കൂടും. ഇത് ഒപ്പിക്കണമല്ലോ, ഒപ്പിക്കണമെങ്കിൽ പറയാം. അതായത് ഇങ്ങനെ വഴറ്റാണ്. അങ്ങനെ ഞാൻ ചിക്കൻ നടന്നിക്കൊണ്ടിരിക്കുന്നു. തേങ്ങ കുറച്ച് മഞ്ഞ നിറത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഉള്ളി വഴണ്ടു കഴിഞ്ഞു, പക്ഷെ തേങ്ങ വഴണ്ടിട്ടില്ല. അങ്ങനെ പറയാം. പക്ഷെ അത് നമ്മൾ പണ്ടത്തെ ഫുട്ബോൾ കമന്ററി പറയുന്ന പോലെ ഇരിക്കും. പിന്നെ അത്ര പെട്ടെന്ന് പറയുകയാണെങ്കിൽ നാക്ക് കുഴയും, തെറ്റും, വാക്കുകൾ വേറെയാകും. പിന്നെ അതിന്റെ കമന്റ്സ് ഞാൻ കേൾക്കണം. ഇപ്പം വീഡിയോ കുറച്ച് സമയം കൂടിയെന്ന് മാത്രമല്ലേ കേൾക്കുള്ളൂ. സമാധാനപ്പെടാം. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ മൂക്കണം. ഓക്കെ, റെഡിയായി. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യുക. എരിശ്ശേരി ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത് എരിശ്ശേരിയിലേക്ക് ഇടുക, എന്നിട്ട് നിരത്തി വയ്ക്കുക. ഇപ്പം മിക്സ് ചെയ്യൂല. അപ്പോൾ അത്രയുള്ള കാര്യം നമ്മുടെ എരിശ്ശേരി. ഇനി നമ്മുടെ മട്ടേരിയുടെ കൂടെ ഇതങ്ങോട്ട് വിളമ്പി ഒരു ടേസ്റ്റ് പിടിയണ്ടേ, അതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടച്ചു വയ്ക്കുന്നു. മട്ട റൈസ്. ഇന്ന് ഞാൻ 2 ഐറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് എരിശ്ശേരി, ഒന്ന് ടൊമാറ്റോ കറി. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് ടേസ്റ്റ് നോക്കാനാണ്. ആദ്യമേ നമ്മുടെ എരിശ്ശേരി സൈഡിൽ അങ്ങോട്ട് വയ്ക്കുക. ടൊമാറ്റോ കറി ലേശം അങ്ങോട്ട് ചോറിൻ്റെ പൊക്കത്തിലൊഴിക്കുക. അപ്പോൾ രണ്ടും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ ഒന്ന് തക്കാളിക്കറി മട്ടച്ചോറ്. അത് നോക്ക് എന്താ അല്ലേ. നമുക്ക് കുറച്ച് ചോറെടുത്ത് എരിശ്ശേരി കൂടെ ഒരു പിടി നോക്കട്ടെ. പ്രശ്നം എന്താണെന്നറിയോ, ഏതാണ് ബെറ്റർ എന്ന് പറയാൻ ബുദ്ധിമുട്ട്. രണ്ടും കട്ട നിൽക്കുക. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ, ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. രണ്ടും കൂടെ ആണെങ്കിലാ ഒന്ന് നോക്കട്ടെ. രണ്ടും കൂടെ തക്കാളിയുണ്ട്, എരിശ്ശേരിയുണ്ട്. ആ ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ ലെവലാണ് കേട്ടോ. ടൊമാറ്റോയുടെ, തക്കാളിയുടെ ചെറിയൊരു പുളിരസം, എരിശ്ശേരിയുടെ മധുരവും കൂടെ ആയപ്പം, മധുരം എന്ന് പറയുന്നത് മത്തങ്ങര മധുരം കേട്ടോ. രണ്ടും കൂടെ സൂപ്പർ. മതി, അത്രേ കഴിക്കുന്നുള്ളൂ. ഭക്ഷണം നല്ലതാണെങ്കിലും ശരീരം എൻ്റെയാണേ, ആ ഒരു ഓർമ്മ വേണം എന്ന് ഞാൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്. എന്നാലും നിർത്താൻ പറ്റുന്നില്ല. നിർത്തി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക.
പിന്നെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.